നമസ്കാരം. ഞങ്ങൾ ഒരു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പരിപ്പ് പായസമാണ്. ഇത് വറുക്കുവാണ്. പരിപ്പ് ഒരു ചുവപ്പ് കളറാകുന്നവരെയും പരിപ്പ് വറുത്ത്. പരിപ്പ് ചുവപ്പ് കളറായി. ഇനി ഞങ്ങളത് ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. ഈ പരിപ്പ് തണുത്ത് ഇനി ഞങ്ങൾ അത് കഴുകിയെടുക്കുവാണ്. കഴുകിയെടുത്ത് അത് കുക്കറിലിട്ട് ഇതിന് വേണ്ട ശർക്കര ഞങ്ങൾ ഉരുക്കി എടുത്ത് അത് അരിച്ച് ഒരു പാത്രത്തിലോട്ട് ആക്കി. തേങ്ങ ഒന്നാമത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാല് മാറ്റി വെച്ച് മൂന്നാമത്തെ പാല് കുക്കറിലിട്ടിരിക്കുന്ന പരിപ്പിൻ്റെ കൂടെ ഒഴിച്ച് അത് മൂന്നാമത്തെ പാലിലാണ് ഈ പരിപ്പ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. പരിപ്പ് വെന്ത് ഇനി നമ്മളത് ശർക്കര പാനിയിലോട്ട് ഒഴിക്കാൻ പോവുകയാണ്. ശർക്കര പാനിയിലോട്ട് പരിപ്പ് ഒഴിച്ച് ആ പരിപ്പും ശർക്കര പാനിയും കൂടി നന്നായിട്ട് കിടന്നുകൊണ്ട് വരണ്ട് വരണം. അത് ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ രണ്ടാമത്തെ പാൽ ഒഴിക്കുവാണേ. രണ്ടാമത്തെ പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമ്മൾ നോക്കുക. അതിൻ്റെ അകത്തോട്ട് ഏലക്ക പൊടിച്ചത്, ഏലക്കായും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സിയുടെ അകത്തിട്ട് നന്നായിട്ട് പൊടിച്ച് അതും അതിൻ്റെ കൂടെ ഇടുക. ഇനി പരിപ്പ് നമ്മളെല്ലാം പായസമൊക്കെ ഇതാക്കി എല്ലാ പാലും ഒഴിച്ച് നമ്മൾ ഇറക്കി വയ്ക്കുകയാണ്. ഇനി നമ്മൾ വേറൊരു കടായി വെച്ച് അതിൻ്റെ അകത്തോട്ട് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വഴറ്റുവാണ്.
ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നമ്മൾ മാറ്റി വെച്ച പായസത്തിലോട്ട് ഇളക്കി ഒഴിക്കുവാണേ. ഇനി ഇത് എല്ലാവർക്കും ഈ പായസം ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞങ്ങൾ ഒന്നുകൂടി പറയുവാണ്. ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് ഇത് നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൊള്ളത്തില്ലെങ്കിൽ ഡിസ്ലൈക്ക്